അച്ഛനെ നോക്കി എല്ലാവരും ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുറത്തിറങ്ങാൻ പാടില്ലാത്ത ഒരു ദിവസമാണ് എന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഇന്ന് ആരും പുറത്തിറങ്ങരുത്. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലായോ? യെസ്. അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ദിവസമായതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എവിടെ ഇരിക്കുന്നത്? അകത്തിരിക്കുന്നത്. അപ്പൊ ലോകത്തിലായിരിക്കരുത്, എവിടെ ആയിരിക്കണം? കർത്താവിന്റെ അടുത്തിരിക്കണമെന്നാണ് കളക്ടർ ഉദ്ദേശിച്ചത്. കേട്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന്റെ അടുത്തിരിക്കാൻ കർത്താവ് നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നതിനെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. അച്ഛൻ ഓർക്കാണ്, നമ്മൾ 2018 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്തും അല്ലേ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് നമ്മൾ ഇവിടെ ഇരുന്നു. ഹല്ലേലൂയ. അന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഉള്ള സൗകര്യത്തിൽ നമ്മൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോഴാണെന്നോ ആളുകൾ കൂടുതൽ വരുന്നത്. കർത്താവ് നമുക്ക് ഇങ്ങനെ സമാധാനത്തോടുകൂടെ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാതെ ഇരിക്കാനായിട്ട് കൃപ തന്നിരിക്കുന്ന എന്തിനാണ്? അവർക്ക് വേണ്ടി, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. 27,000-ഓളം പേര് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലേ? ഇന്നലത്തെ കണക്കച്ചൻ കേട്ടത് 26 പേരോളം മരണമടഞ്ഞു. ഒത്തിരി പേർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലൊക്കെ ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കർത്താവിനെ ആരാധിച്ച് തുള്ളിച്ചാടി അവിടുത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ കർത്താവ് കൃപ തന്നിരിക്കുന്നത് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈശോയുടെ മഹത്വവുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ കാണുക മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കാണുകയും കേൾക്കുകയും ചെയ്യുക മാത്രമാണോ? നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു, നമ്മൾ പ്രത്യാശിക്കുന്നു, പിന്നെ നമ്മൾ സ്നേഹിക്കുന്നു. കാണുകയും കേൾക്കുകയും മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മള് പ്രഖ്യാപിക്കുന്നു, പ്രഘോഷിക്കുന്നു, നമ്മൾ സാക്ഷികളാകുന്നു. അങ്ങനെ എല്ലാം കൂടിയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഈശോയുമായി എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ വിലയിലേക്ക് വരുന്നത് എന്തിനാണ്? ഈശോയുമായി ഇടപെടുന്നതിനാണ് വരുന്നത്. നമ്മൾ ആരെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയാണ് വരുന്നത്? ഈശോയെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി. ആരാണ് ഈശോ? ഈശോ നമ്മെ സ്നേഹത്തോടുകൂടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രാണനാഥനാണ് ഈശോ. ആ പ്രാണനാഥനെ കണ്ടുമുട്ടാൻ ആവേശത്തോടുകൂടെ ഓടി വരികയാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ കാണാൻ, നമ്മളെ സ്നേഹിക്കുന്നവനെ കണ്ടുമുട്ടി അവനോട് സംസാരിക്കാൻ. ഈശോ സംസാരിക്കുക മാത്രമല്ല, നമ്മൾ ഈശോയോട് സംസാരിക്കുന്നു. ഈശോയെ കാണുന്നു, നമ്മൾ ഈശോയെ കേൾക്കുന്നു, നമ്മൾ ഈശോയോട് സംസാരിക്കുന്നു. അപ്പോൾ ഈശോയെ കണ്ടുമുട്ടുന്നു, ഇടപെടുന്നു, സ്നേഹിക്കുന്നു, ഈശോയെ പ്രഘോഷിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് വഴി ഈശോയ്ക്ക് വേണ്ടി ത്യാഗമെടുക്കുന്നു, ആത്മപരിത്യാഗം നടത്തുന്നു, അങ്ങനെ സ്വയം മറക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ ഈശോ പറയുന്നത് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഈശോയുമായിട്ട് ഇടപെടുന്ന ഒരിടമാണ് ആവിലായിലെ പുണ്യഭൂമി. കൈയടിച്ച കർത്താവിനെ തന്നെ. അങ്ങനെ ഈശോയുമായിട്ട് ഇടപെടുമ്പോൾ, വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമ്മൾ വെളിച്ചത്തിലായിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു?
വെരി ഗുഡ്. നമ്മിലുള്ള വെളിച്ചത്തിലായിരിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഇരുട്ട് മാറുന്നു. അവനെ പരാജയത്തിലേക്ക് തള്ളിയിടുന്ന ചില ഇരുട്ടുകൾ, രോഗത്തിലേക്ക് തള്ളിയിടുന്ന ഇരുട്ടുകൾ, പാപത്തിലേക്ക് തള്ളിയിടുന്ന ഇരുട്ടുകൾ മാറുകയാണ്. വെളിച്ചത്തിലേക്ക് വരുന്നവന്റെ ഉള്ളിൽ നിന്ന്, വെളിച്ചവുമായി യഥാർത്ഥത്തിൽ ഇടപെടുന്നവന്റെ ഉള്ളിൽ നിന്ന് ഇരുട്ട് മാറുന്നു. അങ്ങനെ ഇരുട്ട് മാറുന്നതിനെയാണ് നമ്മൾ സൗഖ്യമെന്ന് വിളിക്കുന്നത്, വിടുതലെന്ന് വിളിക്കുന്നത്, വിജയമെന്ന് വിളിക്കുന്നത്, വളർച്ചയെന്ന് വിളിക്കുന്നത്, അഭിഷേകമെന്ന് വിളിക്കുന്നത്, പൂർണ്ണത എന്ന് വിളിക്കുന്നത്, ജീവൻ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്ക് കടന്നു വന്നവന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയാണ്. ശരീരത്തിൽ മാറ്റം സംഭവിക്കുന്നു, നമ്മൾ അതിനെ സൗഖ്യമെന്ന് വിളിക്കുന്നു. മനസ്സിൽ മാറ്റം സംഭവിക്കുന്നു, നമ്മൾ അതിനെ മാനസാന്തരമെന്ന് വിളിക്കുന്നു. ആത്മാവിൽ മാറ്റം സംഭവിക്കുന്നു, അത് സ്വർഗീയമായ ആനന്ദമെന്ന് വിളിക്കുന്നു. അങ്ങനെ ഈശോയിലേക്ക് കടന്നു വന്നവന്റെ ഉള്ളിൽ മാറ്റം സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു പുഴയിലേക്ക് എടുത്ത് ചാടി, നമുക്ക് എന്ത് സംഭവിക്കും? ചത്തുവോ? പുഴയിലേക്ക് എടുത്ത് നമ്മൾ നനയും. അതല്ലേ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഈശോയുടെ ആ സ്നേഹത്തിന്റെ കടലിലേക്ക് എടുത്ത് ചാടുമ്പോ നമ്മൾ ആ സ്നേഹം കൊണ്ട് നനയുകയാണ്, മാറ്റം വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ്, അതാണ് ഈ രൂപാന്തരീകരണം എന്ന് പറയുന്നത്. ഇന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതി, ഇന്ന് രൂപാന്തരണ തിരുനാളാണ്. എന്താണ് രൂപാന്തരണ തിരുനാൾ? നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? രൂപാന്തരീകരണമാണ്, ട്രാൻസ്ഫോർമേഷൻ. രൂപാന്തരീകരണം എന്താണത്? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറ്റം വരികയാണ്, ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ ഈശോയ്ക്ക് സംഭവിച്ചത് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ അല്ല, ട്രാൻസ്ഫിഗറേഷൻ ആണ്. അതിനെ രൂപാന്തരീകരണം എന്നല്ല, രൂപാന്തരണം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈശോയുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവീകതയെ വെളിപ്പെടുത്തുകയാണ്. പുതിയതൊന്നും ആയി തീർന്നതല്ല, ഉള്ളിൽ തന്നെ ഉള്ളത് വെളിപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നമ്മൾ ഈശോയുടെ അടുക്കലേക്ക് ഓടി വരിക. ഓടി വന്ന് ഇടപെടാൻ വരുമ്പോൾ ഗേറ്റിന്റെ അവിടെ പ്രലോഭനമുണ്ട്. എന്താണ് ഗേറ്റിന്റെ അവിടെ പ്രലോഭനം? അവിടെ നിന്ന് വർത്തമാനം പറയാനായിട്ട് ചില ആളുകൾക്ക് പ്രലോഭനം ഉണ്ടാവും. അവിടെ വട്ടം കൂടി നിൽക്കാൻ പ്രലോഭനം ഉണ്ടാവും. അവിടെ ഇവിടെ വട്ടം കൂടി നിൽക്കാൻ. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്, അയാളുടെ അടുക്കിലേക്ക് നമ്മൾ ഓടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഉള്ളിൽ ഈശോയോടുള്ള സ്നേഹം അധികമായിട്ടുണ്ടാകണം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ നമുക്ക് ഈശോയെ ആശ്വസിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. എങ്ങനെ ആശ്വാസം നേടിയെടുക്കാം എന്നതിനെ കുറിച്ചല്ല നമ്മൾ ധ്യാനിക്കുന്ന. എന്തിനെ കുറിച്ചാണ്? ഈശോയെ ആശ്വസിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യമേ പറയട്ടെ. നമ്മളുടെ ജീവിതത്തിന്റെ അവസാനം കണക്കെടുക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോ, ജീവിതാവസാനം കണക്കെടുക്കുമ്പോൾ നീ ഈശോയിൽ നിന്ന് എന്തൊക്കെ സ്വീകരിച്ചു എന്നതിന്റെ കണക്കല്ല എടുക്കുന്നത്. നിനക്ക് ഈശോയിൽ നിന്ന് എന്തൊക്കെ കിട്ടി എന്നതിന്റെ കണക്കല്ല എടുക്കുന്നത്. എടുക്കാൻ പോകുന്നത് നീ ഈശോയ്ക്ക് എന്തൊക്കെ കൊടുത്തു എന്നതിന്റെ കണക്കാണ്. താലന്തുകളുടെ ഉപമ ഓർക്കുന്നില്ലേ? താലന്തുകളുടെ ഉപമയിൽ 5 കിട്ടിയവൻ 10 കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധ മുഴുവൻ കൊടുത്ത 5-ലല്ല, കൊണ്ടുവന്ന 10-ലാണ്. ഹല്ലേലൂയ. നീ ഈശോയ്ക്ക് എന്തു കൊടുത്തു എന്നതാണ്
അവസാനത്തെ സ്വർഗത്തിൽ ചെല്ലുമ്പോ നിനക്ക് എത്ര വീടുണ്ടായിരുന്നു, നിനക്ക് എത്ര കാറുണ്ടായിരുന്നു, നിനക്ക് എന്തോരം ആരോഗ്യമുണ്ടായിരുന്നു എന്ന് കണക്കെടുക്കുന്നില്ല. നിനക്ക് എത്ര വസ്ത്രമുണ്ടായിരുന്നു, നിനക്ക് എത്ര കൂട്ടുകാരുണ്ടായിരുന്നു, നീ ഏതൊക്കെ നാടുകളിൽ ചുറ്റി സഞ്ചരിച്ചു, നീ ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടു, നീ എത്ര സുഖവാസ കേന്ദ്രങ്ങളിൽ പോയി, എത്ര പിക്നിക്കുകൾ നടത്തി, അങ്ങനെ നിനക്ക് കിട്ടി. നീ ജർമ്മനിയിലായിരുന്നു, നീ UK-യിലായിരുന്നു, നീ ഓസ്ട്രേലിയയിലായിരുന്നു, നീ ഇസ്രായേലിൽ പോയിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല. നിനക്ക് നാട്ടിൽ കടബാധ്യത ഒക്കെ തീർത്തിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്നൊന്നും ചോദിക്കുന്നില്ല. നിനക്ക് നാട്ടിൽ എത്ര സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ? കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോ എന്നാ ശരി, അപ്പൊ തന്നെ പെണ്ണിനെ വിളിച്ചു ചോദിക്കാം, നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ടെന്ന്. നിങ്ങൾക്ക് എത്ര, ആദ്യം തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട്. ഇപ്പോഴും മനുഷ്യൻ മാറിയിട്ടൊന്നുമില്ല, കാലം മാറി എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് മോളിൽ ചെല്ലുമ്പോ സ്ഥലത്തിന്റെ കണക്ക് ചോദിക്കുന്നില്ല. പിന്നെ എന്താ ചോദിക്കാൻ പോകുന്നത്? നീ കർത്താവിന് വേണ്ടി എന്തു കൊടുത്തു എന്നതാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നീ എങ്ങനെ ദൈവത്തിന് ആശ്വാസം നൽകുന്ന ഒരു ജീവിതം നയിച്ചു എന്ന് ദൈവം നിന്നോട് കണക്ക് ചോദിക്കുമെന്ന്. നീ കല്യാണത്തിന് പോയപ്പോ എത്ര മാല ഇട്ടെന്നോ, നിന്റെ കയ്യിൽ എത്ര വളയുണ്ടെന്നോ, കയ്യിൽ എത്ര മോതിരം ഉണ്ടെന്നോ, എത്ര ഫോൺ ഉണ്ടെന്നോ ഒന്നും ചോദിക്കുന്നില്ല. നീ ദൈവത്തിന് വേണ്ടി എന്തു കൊടുത്തു? ചില ആളുകൾക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യമാണ്. അല്ലേ? ഒരു സിനിമയിൽ പറയും, ഉത്തരം മുട്ടി എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യമാണ്. എന്താണ് ഉത്തരം മുട്ടിപ്പോകുന്നത്? ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ ചില ആളുകൾ ചോദിക്കും, ദൈവത്തിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കണോ, ഇങ്ങോട്ടല്ലേ? ആ മനോഭാവമാണ് മാറേണ്ടത്. നമ്മള് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും പള്ളിയിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങോട്ട് മേടിക്കാനാണ്, കർത്താവിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടി. അച്ഛൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈശോയിൽ നിന്ന് അങ്ങോട്ട് മേടിക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ല, ഈശോയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്തൊക്കെയാണ് ഈശോയ്ക്ക് പ്രീതികരമായ കാര്യങ്ങൾ? നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്തു കൊടുക്കണം? അയാൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം, അയാൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് കൊടുക്കണം. അച്ഛൻ കാപ്പി കുടിക്കാൻ, നിങ്ങൾ അച്ഛനെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു കലം കാപ്പി തിളപ്പിച്ച് വെച്ചാൽ കാര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടതാണ് കൊടുക്കേണ്ടത്. നീ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്തു കൊടുക്കും? നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തൊക്കെയാണാവോ ഈശോയ്ക്ക് ഇഷ്ടം? ചേട്ടൻ എന്തൊക്കെയാണ് ഇഷ്ടം? അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ ആവർത്തിക്കുന്നില്ല, കേൾക്കാൻ ആഗ്രഹമുള്ളവര് യൂട്യൂബിൽ കയറി കേട്ടാ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലേ, നമ്മൾ പറഞ്ഞു ജെറൂസലേമിനെ കുറിച്ച് ഈശോ വിലപിച്ചു, ഹൃദയകാഠിന്യത്തെ കുറിച്ച് വിലപിച്ചു, ഉപേക്ഷിച്ചു പോകുന്ന ശിഷ്യന്മാരെ കുറിച്ച് വിഷമിച്ചു, കുരിശിലെ ദാഹത്തെ കുറിച്ച് പറഞ്ഞു, താൻ മരിക്കുമ്പോ പോലും തന്റെ കൂടെ വന്ന് നിൽക്കാൻ തയ്യാറില്ലാത്തവരെ കുറിച്ച്, അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാത്തവരെ കുറിച്ച് ഈശോ വിഷമിച്ചു. നഷ്ടപ്പെട്ടു പോയ ആട്, നാണയം, പുത്രൻ, വഴിതെറ്റിപ്പോകുന്നവരെ കുറിച്ച് ഈശോ വിഷമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഈശോ ആശ്വസിച്ച ചില കാര്യങ്ങൾ വചനത്തിൽ പറയുകയാണ്. ബഥാനിയായിലെ മറിയത്തിന്റെ ലേപനം ഈശോയെ ആശ്വസിപ്പിച്ചു. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ആരാധിക്കുന്നത് ഈശോയെ ആശ്വസിപ്പിച്ചു.
ഈശോയെ ആ ഹോസാന പാടി അവർ ആരാധിച്ചത് ഈശോയ്ക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യമായിരുന്നു. അങ്ങനെ ആരാധിക്കുന്നത് ഈശോയെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വചന ശുശ്രൂഷ അവസാനിപ്പിച്ചത്. അവിടെ നിന്ന് അച്ഛൻ തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഈശോയെ ആശ്വസിപ്പിക്കുന്ന ഒരു മൂന്നാമത്തെ കാര്യം അച്ഛൻ ഒരു 10-11 എഴുതി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തേത്, പാവങ്ങളെ സഹായിക്കുന്നത് ഈശോയെ ആശ്വസിപ്പിക്കുന്നു. എന്താണ്? പാവങ്ങളെ സഹായിക്കുന്നത്, ആവശ്യക്കാരെ സഹായിക്കുന്നത് ഈശോയെ ആശ്വസിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് മാസം 1-ാം തീയതി ചെറുപുഴയിൽ മീൻതുള്ളി തുരുത്തിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. നമ്മൾ വായിച്ച വാർത്തയാണ്, ഏറ്റവും അടുത്ത് വായിച്ച വാർത്തയാണ്. ഇന്നലെയല്ല, മിനിയാന്നെയാണ് മീൻതുള്ളിത്തുരുത്തിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കർണാടക ഫോറസ്റ്റിൽ ഉരുൾപൊട്ടലുണ്ടായി. 10 മണിക്കൂറുകളോളം നീണ്ടു നിന്ന തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കമുണ്ടായി. തേജസ്വിനി പുഴയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ, ബെന്നി എന്ന് പറയുന്ന പാവപ്പെട്ട കർഷകൻ ആ വെള്ളത്തിൽ ഒലിച്ചു പോവുകയാണ്. അങ്ങനെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഈ പാവപ്പെട്ട കർഷകനെ രക്ഷിക്കുന്നതിന് വേണ്ടി വടം കെട്ടി അതിലേക്ക് 36 വയസ്സുള്ള ആർ രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള നേമം സ്വദേശിയായിട്ടുള്ള ആർ രാജേഷ്, എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്? മീൻതുള്ളി ഒരു സ്വിമ്മിംഗ് ട്രെയിനർ ആയിരുന്നു അദ്ദേഹം. രക്ഷാപ്രവർത്തനത്തിനൊക്കെ പലപ്പോഴും പങ്കെടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്ത് ചാടുകയാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ആ വെള്ളത്തിലേക്ക്, മലവെള്ളത്തിലേക്ക് അദ്ദേഹം എടുത്തു ചാടുന്നു. വടം പിടിച്ച് അദ്ദേഹം ബെന്നിയുടെ അടുത്തെത്തുന്നു. തന്റെ ലൈഫ് ജാക്കറ്റ് ഊരി ഈ ബെന്നിയെ ധരിപ്പിച്ച് ആ പാവപ്പെട്ടവനെ ആ വടത്തിൽ മുറുകെ പിടിപ്പിച്ച് പതുക്കെ പതുക്കെ കരക്കടിപ്പിക്കുന്നു. തിരിച്ച് മറുകരയ്ക്ക് പോകുന്ന വഴി രാജേഷിന്റെ പിടി വിട്ടുപോവുകയാണ് വടത്തിൽ നിന്ന്. അദ്ദേഹത്തിന് ലൈഫ് ജാക്കറ്റ് ഇല്ല. അങ്ങനെ ആ മലവെള്ളപ്പാച്ചിലിൽ പെട്ടെന്ന് അദ്ദേഹം കാണാതെയാകുന്നു. 4-ാം തീയതിയാണ് പുളിങ്കം പാലത്തിനടുത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ബോഡി കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, അപരന്റെ ജീവന് സ്വന്തം ജീവനേക്കാൾ വില കൽപ്പിച്ചുകൊണ്ട് ആ ലൈഫ് ജാക്കറ്റ് ഊരി അപരന് കൊടുത്ത് സ്വയം മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. അപരന്റെ ജീവന് നിന്റെ തന്നെ ജീവനേക്കാൾ നീ വില കൽപ്പിക്കുമോ? അപരന്റെ സുരക്ഷിതത്വത്തിന് നിന്റെ തന്നെ ജീവന്റെ സുരക്ഷിതത്വത്തെക്കാൾ വില കൽപ്പിക്കുന്ന ആ സുവിശേഷം, അതൊരു സുവിശേഷമാണ്. ആ സുവിശേഷം, പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആശ്വസിപ്പിക്കുന്ന സംഭവമാണ്. ഈ വർഷം തന്നെ 2026 തന്നെ ജൂൺ 16-ാം തീയതി എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു 56 വയസ്സുള്ള ഒരു സഹോദരി ഒരു ബസ്സിന്റെ അടിയിൽപ്പെട്ടിട്ട് കുറച്ചു ദൂരം ബസ്സിനടിയിൽ കിടന്ന് ബസ് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി. പെട്ടെന്ന് ആളുകൾ ചാടി ഇറങ്ങി ഇവരെ പുറത്തെത്തിക്കുമ്പോഴേക്കും ഇവരുടുത്തിരുന്ന ആ സാരി മുഴുവൻ കീറി ഏകദേശം അവൾ നഗ്നയായ രീതിയിലായിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഷാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ ചായ വിൽക്കുകയാണ്. ഈ ചായക്കട, വലിയ ഹോട്ടലൊന്നും ഇട്ട് ചായ വിൽക്കുന്ന ആളല്ല, സൈക്കിളിൽ ചായ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, ഷാജി എന്ന് പറയുന്ന ഒരു 53 വയസ്സുകാരൻ. ഇദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ തന്റെ ഉടുതുണി ഊരി വേഗം പോയി ഈ 56 വയസ്സുള്ള സഹോദരിയെ പുതപ്പിക്കുകയാണ്. അവളുടെ നാണം മറയ്ക്കുകയാണ്. സ്വയം നാണം കെട്ട് സ്വയം നഗ്നനായി തീർന്നുകൊണ്ട് അപരന്റെ നാണം മറയ്ക്കുന്ന ഷാജിയുടെ ജീവിതവും ഒരു സുവിശേഷമാണെന്നേ. അങ്ങനെ
സുവിശേഷമായി മാറുന്ന ജീവിതങ്ങളുണ്ട്. അപരൻ നാണം കെട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപരൻ വേദനിച്ച് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും? വെള്ളപ്പൊക്കത്തിൽ പോയത് പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. റോട്ടിൽ അപകടമുണ്ടായത്, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വേദനിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിൽ ഒരാൾ തകർന്നടിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി. അപരന്റെ നാണം മറക്കുന്ന ഉടുതുണിയായി എന്റെ ജീവിതം മാറുമോ? അപരന് ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്ന ജീവിതമായി എന്റെ ജീവിതം മാറുമോ? വചനം പറയുകയാണ്, നീ അപരന് പാവങ്ങളെ സഹായിക്കുന്നത് ഈശോയെ സഹായിക്കുന്നുവെന്ന്. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സുന്ദരമായ ഈശോയുടെ വചനങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. സുഭാഷിതങ്ങൾ 9:17, സുഭാഷിതങ്ങൾ 9:17, ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് വായ്പ നൽകുന്നു, അവന്റെ പ്രവൃത്തിക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് വായ്പ നൽകുന്നു, അവന്റെ പ്രവൃത്തിക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. എന്താണ് പ്രിയപ്പെട്ടവരെ വചനത്തിന്റെ അർത്ഥം? ദരിദ്രരോടുള്ള കാരുണ്യം ദൈവത്തോടുള്ള നേരിട്ടുള്ള സമർപ്പണമാണെന്ന് പഴയ നിയമം ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, ഗലേഷ്യൻസ് ചാപ്റ്റർ 6:2, നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുവിൻ, അങ്ങനെ ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുവിൻ, അങ്ങനെ ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. പരസ്പരം ഭാരം വെച്ചു കൊടുക്കാനല്ല പറയുന്നത്, ഇല്ലേ? അത് നമുക്കറിയാവുന്ന പണിയാണ്. നമ്മൾ പറയില്ലേ, അവനിട്ടൊരു പണി കൊടുക്കണം, അവൾക്ക് ഇന്നൊരു പണി കൊടുക്കണം. പരസ്പരം പണി കൊടുക്കുന്നതിനെ കുറിച്ചല്ല. എന്തിനെ കുറിച്ചാണ്? അപരന്റെ ഭാരങ്ങൾ വഹിക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. പരസ്പരം നിങ്ങൾ ഭാരങ്ങൾ വഹിക്കുന്നവരാകുവിൻ. അപരനൊരു സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടത്തിൽ നീ വേദനിക്കണ്ട, നമുക്കത് ഒരുമിച്ച് ഫേസ് ചെയ്യാം. അത് മതി. നമുക്കത് പേടിക്കണ്ടേ, നമുക്കത് നോക്കാം, ഈശോ നോക്കിക്കോളൂ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇതിനെയാണ് പരസ്പരം ഭാരങ്ങൾ വഹിക്കുക എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നിനക്ക് ഇങ്ങനെ വന്നാ നിനക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറവും വരും. നിനക്ക് ഇതൊന്നും വന്നാ പോരാ. അതാണ് ഈ പണി കൊടുക്കുക എന്ന് പറയുന്നത്. ഭാരം വഹിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. പേടിക്കണ്ട, ഈശോ കൂടെ ഉണ്ട്, പിന്നെ നമ്മളൊക്കെ കൂടെ ഉണ്ടെന്നേ, എന്തുണ്ടെങ്കിലും. ഹല്ലേലൂയ.
അച്ഛൻ ചില ആളുകളോട് പറയാറുണ്ട്, എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നോന്ന് പറയാം. എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാ മതിയോ? എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു, അച്ഛൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഉദ്ദേശിച്ചത്, മോളെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ. എന്തെന്ന്? ഈശോയേ. അല്ലാതെ അച്ഛന് ഫോൺ വിളിക്കാൻ. എന്താവശ്യം ഉണ്ടെങ്കിൽ 21 പ്രാവശ്യം വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. യാക്കോബ് 1:27. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ഇതാണ്, അനാഥരെയും വിധവകളെയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിർമ്മലവുമായ ഭക്തി ഇതാണ്, അനാഥരെയും വിധവകളെയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ തിരുവചനം. ലൂക്ക 6:38. നൽകുവിൻ, നിങ്ങൾക്കും നൽകപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, നൽകുവിൻ, നിങ്ങൾക്കും നൽകപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ മറ്റുള്ളവരെ അളക്കാൻ വിദഗ്ധരാണ്, അല്ലേ? നമ്മൾ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നമ്മളും അളക്കപ്പെടും. ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ മരുമോള് കള്ളിയാണ്. എന്താണ്? എന്റെ ഒരു മാല കാണാനില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ മരുമോൾ എന്ത് വന്നിട്ട് പറയും? അമ്മായിയമ്മ, നിങ്ങൾ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങളും അളക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, നമ്മൾ അയാള് ശരിയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരല് നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അപ്പോൾ ഈശോയെ ആശ്വസിപ്പിക്കുന്ന കാര്യമാണ് പാപങ്ങളോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കരുണ കാണിക്കാത്തത് ഈശോയെ സങ്കടപ്പെടുത്തുന്നു എന്നുകൂടെ പറഞ്ഞ ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. സുഭാഷിതങ്ങൾ 14:31. സുഭാഷിതങ്ങൾ 14:31. ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവനെ സൃഷ്ടിച്ചവനെ നിന്ദിക്കുന്നു, എളിയവനോട് ദയ കാണിക്കുന്നവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവനെ സൃഷ്ടിച്ചവനെ നിന്ദിക്കുന്നു, എളിയവനോട് ദയ കാണിക്കുന്നവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എളിയവരോട്, ഇല്ലേ, വലിയവരോട് ദയ കാണിക്കാൻ എളുപ്പമാണ്. എളിയവരോട് ദയ കാണിക്കുന്നവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു. കുഞ്ഞുങ്ങളോട് ദയ കാണിക്കുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് നമ്മൾ വളരെ കാരുണ്യപൂർവം പെരുമാറണം. പെരുമാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ബാലാവകാശ കമ്മീഷൻ കേസെടുക്കും. അത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവനെ സൃഷ്ടിച്ചവനെ നിന്ദിക്കുന്നു, എളിയവനോട് ദയ കാണിക്കുന്നവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുന്ന ഈശോയുടെ ഒരു ഉപമയാണ് ലാസറിന്റെയും
ധനവാന്റെയും ഉപമ ഈശോ എന്തിനാണത് പറഞ്ഞത്? ദരിദ്രനോട് ദയ കാണിക്കുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയാനും, ദരിദ്രനോട് ദയ കാണിക്കാത്തത് ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന് പറയാനും, ആ പാപം ചെയ്തവർ, അങ്ങനെ ദൈവത്തെ വേദനിപ്പിച്ചവർ ഒടുവിൽ എവിടെ ചെന്ന് അവസാനിക്കും? ധനവാൻ എവിടെ ചെന്നാണ് അവസാനിച്ചത്? നരകത്തിൽ ചെന്ന് അവസാനിച്ചു. പാവപ്പെട്ടവനോട് കരുണ കാണിക്കാത്തവർ എവിടെ ചെന്ന് അവസാനിക്കും? എവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിൽ ചെന്ന് അവസാനിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരോട് കരുണ കാണിക്കാൻ നമ്മുടെ കയ്യിൽ കുറെ കാശൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അച്ഛാ, പാവപ്പെട്ടവരോട് കരുണ കാണിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് തന്നെ വീട്ടിൽ അരി വെക്കാനില്ല. നിനക്ക് നല്ലൊരു വാക്ക് പറയാനുണ്ടോ? സ്നേഹത്തോടുകൂടെ നിനക്കൊരു നോട്ടം നോക്കാൻ രണ്ട് കണ്ണ് തന്നിട്ടുണ്ടോ? അവരന്റെ വേദനകൾ പറയുമ്പോ അത് ക്ഷമയോടെ കേൾക്കാൻ നിനക്ക് രണ്ട് കാത് തന്നിട്ടുണ്ടോ? പാവപ്പെട്ടവന് വേണ്ടി, വേദനിക്കുന്നവന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാൻ നിനക്ക് രണ്ട് കരങ്ങളുണ്ടോ? അവന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, അവൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നിനക്ക് കാലുണ്ടോ? മുട്ടുകുത്തിയോ, ഇരുന്നോ, നിന്നോ പ്രാർത്ഥിക്കാൻ നിനക്കൊരു ഹൃദയമുണ്ടോ? നിനക്കൊരു പ്രാർത്ഥന അറിയാവോ? അവരന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ അതരത്തിൽ, ഹൃദയത്തിൽ, മനതാരിൽ ഒരു പ്രാർത്ഥനയുണ്ടോ? എന്ത് പറയുമ്പോഴും നമ്മൾ കാശിന്റെ കണക്കിൽ കണക്ക് കൂട്ടരുത്. നമ്മൾ കർത്താവിനെ ആശ്വസിപ്പിക്കണം, കർത്താവിന് കൊടുക്കണം എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, പണം അത് ഒരു ഏറ്റവും അവസാനം വരുന്നൊരു കാര്യമാണ്. അത് വന്നോളും, അതിനൊരു കുറവുമില്ല. പക്ഷെ നിനക്ക് നല്ല മനസ്സിന് കുറവുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ധനവാന്റെയും ലാസറിന്റെയും ഉപമ ഈശോ പറഞ്ഞത് പാവപ്പെട്ടവനോട് കരുണ കാണിക്കാത്തത് കർത്താവിനെ വേദനിപ്പിക്കുന്നു എന്ന് പറയാനാണ്. അപ്പോൾ അത്രയും പറഞ്ഞ് അച്ഛൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഈശോയെ ആശ്വസിപ്പിക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. നാലാമതായി ഈശോ ആശ്വാസം കണ്ടെത്തിയ ഒരു കാര്യം, നമുക്ക് വലിയ റോളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ അത് ചെയ്യണമെന്നില്ല. എന്താണ്? ഗെത്സെമനി തോട്ടത്തിൽ മാലാഖയുടെ ആശ്വാസമാണ്. ഗെത്സെമനി തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42 മുതൽ 44 വരെ അച്ഛൻ വായിക്കാം. ലൂക്ക 22, 42 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ ബൈബിൾ ഇല്ല എങ്കിൽ വിഷമിക്കണ്ട. വീട്ടിൽ ബൈബിൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്റ്റോളിൽ ചെന്നാൽ ബൈബിൾ കിട്ടും. ഹല്ലേലൂയ. ഇപ്പൊ പോകണ്ട. ലൂക്ക 22, 42 മുതൽ, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ രോമകൂപങ്ങളിൽ നിന്ന് ഇവിടെ ഇതിങ്ങനെ പൊട്ടിയിട്ട്, ഇവിടെയുള്ള വെയിൻസ്, ഞരമ്പുകൾ പൊട്ടി രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തു വരുന്ന രീതിയിലുള്ള മാനസിക സംഘർഷത്തിലൂടെ ഈശോ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോ 3 പേരോട് വന്ന് പ്രാർത്ഥിക്ക്, ഞാൻ മരണവേദന അനുഭവിക്കുന്നു, നിങ്ങൾ എന്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കിടന്നുറങ്ങുകയാണ്. ഉണർന്നിരുന്ന് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഒരിത്തിരി ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവര് അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഈശോ നമ്മൾ തന്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ എങ്ങനെയാണ് ഈശോയെ ആശ്വസിപ്പിച്ചത് എന്നതിന്റെ ഒരു മാർഗം അതായിരുന്നു. അവള് പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ വരുന്ന ചില സമയങ്ങളിൽ ഇങ്ങനെ മനസ്സിൽ, ഭാവനയിൽ കാണും, ഈശോ ഇതാ ഗെത്സെമനി തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞരമ്പുകൾ പൊട്ടി ആ രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തു വരുന്ന രീതിയിൽ അത്ര കഠിനമായ മാനസിക സംഘർഷമാണ്.
ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഭൂരിഭാഗവും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ ഒരു 80% മനസ്സിന്റെ സംഘർഷങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണെന്നാണ് പഠനം. അപ്പോൾ ഈശോയുടെ മാനസിക സംഘർഷമാണ്. രക്തം ഞരമ്പ് പൊട്ടി രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാരും ആശ്വസിപ്പിക്കാനില്ല. സ്വർഗത്തിൽ നിന്ന് അവൻ തീവ്രവേദനയിൽ മുഴുകി, അങ്ങനെ ഒരു വാക്കാണ് അവിടെ കിടക്കുന്നത്. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. പ്രിയപ്പെട്ടവരെ, അതിനിടയിൽ ഇങ്ങനെ ഒരു വചനം കിടക്കുന്നുണ്ട്: അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളിൽ ഒരു മനുഷ്യനും കൂടെയില്ലാത്ത ചില സമയങ്ങൾ ഉണ്ടാകും. കൂടെ നിൽക്കാൻ ഭാര്യയില്ല, കൂടെ നിൽക്കാൻ ഭർത്താവില്ല, കൂടെ നിൽക്കാൻ അപ്പനും അമ്മയുമില്ല, കൂടെ നിൽക്കാൻ മകനും മകളുമില്ല, ഒരു സഹോദരനും സഹോദരിയുമില്ല, കൂടെ നിൽക്കാൻ ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരിയുമില്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ആരുമില്ലെന്ന് നീ പറയരുത്. നീ ഒറ്റയ്ക്ക് ഒരു സങ്കടക്കടൽ പേറുമ്പോ, നീ ഒറ്റയ്ക്ക് ഒരു സങ്കട സാഗരത്തെ കുറുകെ കിടക്കുമ്പോ കൂടെ ആരുമില്ലെന്ന് കുഞ്ഞേ നീ പറയരുത്. നിന്നെ ആശ്വസിപ്പിക്കാൻ ദൈവം സ്വർഗത്തിന്റെ ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ. നിന്റെ പടിവാതിൽക്കൽ ഒരു മാലാഖ വന്ന് നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. ഇത് ഗ്യാരണ്ടിയാണ്. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ. നിന്നെ അനാഥയായി വിടുകയില്ല, നിന്നെ തനിച്ചാക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവൻ അൾത്താരയിലുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ. നീ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും, ഏത് മുക്കിലാണെങ്കിലും, ഏത് മൂലയിലാണെങ്കിലും നിന്നെ സംരക്ഷിക്കാൻ സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങി വരുമെന്ന് ഈശോയെ ആശ്വസിപ്പിക്കാൻ വന്നതുപോലെ ഒരു സ്വർഗത്തിന്റെ ദൂതൻ നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നെ അന്വേഷിച്ചു വരും കുഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ ഇതുപോലെ സമാനമായ ഒരു സ്വർഗത്തിന്റെ ആശ്വാസം ഈശോയ്ക്ക് ലഭിക്കുന്നതിനെ കുറിച്ചാണ്. മരുഭൂമിയിൽ ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4:11. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഈശോയുടെ അടുക്കലേക്ക് ദൈവദൂതന്മാർ ശുശ്രൂഷയുമായി കടന്നു വന്നത് ഗത്സമീൻ തോട്ടത്തിൽ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ മാത്രമല്ല, ഇതിന്റെ ആരംഭത്തിൽ, മരുഭൂമിയിലെ പ്രലോഭനങ്ങളുടെ അവസാനം ഇതാ ദൂതന്മാര് വന്ന് അവനെ ശുശ്രൂഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട്, ഏലിയാ പ്രവാചകൻ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിലാണ്. യസബൽ രാജ്ഞി പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ നിന്നെ ഞാൻ ഫിനിഷ് ചെയ്യോടാ. എന്താ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ നിന്നെ ഞാൻ ഫിനിഷ് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കേട്ടപ്പോ ഏലിയാ പ്രവാചകൻ എന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഏലിയാ പ്രവാചകൻ വണ്ടി വിളിച്ചു ഓടിയില്ല. ഹല്ലേലൂയ. അപ്പോ ഏലിയാ പ്രവാചകൻ ഓടി, അങ്ങനെ ഓടി ഓടി മരുഭൂമിയിൽ ചെന്ന് ഒളിച്ചിരിക്കുകയാണ്. ജീവിതം മടുത്തു, തളർന്നുറങ്ങുകയാണ്. അങ്ങനെ തളർന്നുറങ്ങിയ ഏലിയായ ഒരു മാലാഖ വന്ന് തട്ടി ഉണർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വെറുതെ എഴുന്നേറ്റ് ഭക്ഷിക്കാനല്ല പറഞ്ഞത്, ചൂടുള്ള അപ്പം. എന്തപ്പം അല്ലേ? നമ്മുടെ വീട്ടിൽ പലതരത്തിൽ അപ്പം ഉണ്ടാവാറില്ലേ? ചൂടുള്ളതും ഉണ്ടാവാറുണ്ട്,
ചൂടില്ലാത്തത് ഉണ്ടാവാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ചിലപ്പോ അച്ഛനെ ഇങ്ങനെ ചൂടുള്ളത് കൊണ്ടുപോയി തരാറുണ്ട്. അപ്പൊ ചൂട് ആറാതെ കഴിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ചൂടുള്ള അപ്പം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് ഏത് ചൂടാണ്? തണുത്തു പോകാത്തപ്പം, ചൂടുള്ള അപ്പം. എന്താണ് അതിന്റെ വ്യത്യാസം? ചൂടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയാണ്. നിനക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചത് തണുത്തു പോയിട്ടില്ല. അത് തണുക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്റെ സ്നേഹത്തെ ഞാൻ ചൂട് പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ചൂടുള്ള സ്നേഹമാണ് ഇതാ കർത്താവ് ഏലിയാ പ്രവാചകന് മുമ്പിൽ വെച്ചു കൊടുക്കുന്നത്. എന്റെ ചൂടുള്ള ഹൃദയം, തുടിക്കുന്ന ഹൃദയം. അച്ഛൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് 25 50 വർഷമൊക്കെയായി, അല്ലെങ്കിൽ 10 20 വർഷമായി, നീ നിന്റെ ഭർത്താവിന്, നീ നിന്റെ ഭാര്യയ്ക്ക് വിളമ്പുന്നത് ചൂടുള്ളപ്പമാണോ? അടുക്കളയിലെ കാര്യമല്ല അച്ഛൻ ചോദിച്ചത്. നീ നിന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുന്നത് ചൂടുള്ള സ്നേഹമാണോ? എന്ന് പറഞ്ഞാൽ ഫ്രഷായ സ്നേഹമാണോ, അല്ലെങ്കിൽ മടുത്തു മരവിച്ചിരിക്കുന്ന സ്നേഹമാണോ? മടുത്തു. ഭർത്താക്കന്മാര് വന്ന് പറഞ്ഞിട്ടുണ്ട്, മടുത്തു. ഭാര്യമാര് പറഞ്ഞിട്ടുണ്ട്, മടുത്തു. കല്യാണം കഴിഞ്ഞ് 5 വർഷമായവര് വന്ന് പറഞ്ഞിട്ടുണ്ട്, മടുത്തു. കല്യാണം കഴിഞ്ഞ് 3 മാസമായി കഴിഞ്ഞപ്പോ പറഞ്ഞു, മടുത്തു. മടുക്കാൻ 30 കൊല്ലം കഴിയണമെന്നൊന്നും ഇല്ലെന്നേ. ഒരാഴ്ച കഴിഞ്ഞപ്പോ മടുത്തു. അപ്പോൾ എലിയാ പ്രവാചകനെ ചൂടുപിടിപ്പിക്കാൻ, അവനെ വീണ്ടും ഉണർവുള്ളവനാക്കാൻ ഇതാ ദൈവം മാലാഖയെ അയച്ച് അവന് ചൂടുള്ളപ്പം കൊടുക്കുകയാണ്. നിന്റെ കൂടെയുള്ളവൾക്ക് വീണ്ടും ജീവൻ ഉണ്ടാകണമെങ്കിൽ കുഞ്ഞെ, നിനക്കൊരു മാലാഖയാകാൻ കഴിയും. നീ എന്ത് ചെയ്താ മതി? നിന്റെ സ്നേഹത്തെ വീണ്ടും ഒന്ന് ചൂട് പിടിപ്പിച്ചാ മതി. തണുത്തുപോയ സ്നേഹമുണ്ടെങ്കിൽ, ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്നേഹത്തിന്റെ അപ്പത്തിന്റെ കാര്യം ഇപ്പൊ എങ്ങനെയാണ്? മഴ പെയ്തുകൊണ്ടൊന്നുമല്ല തണുത്തുപോയത്, മഴ പെയ്യണേലും മുമ്പ് തണുത്തി. ഹല്ലേലൂയ. അത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം തണുത്തുപോയിട്ടുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം തണുത്തുപോയിട്ടുണ്ട്. ജീവിത പങ്കാളികൾക്ക് പരസ്പരമുള്ള സ്നേഹം തണുത്തുപോയിട്ടുണ്ട്. സഹോദരങ്ങൾക്കിടയിലുള്ള സ്നേഹം തണുത്തുപോയിട്ടുണ്ട്. ഒന്ന് ചൂട് പിടിപ്പിക്കുന്നേ, നീ അവരനൊരു മാലാഖയാകണമെന്നേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചൂടുള്ള അപ്പവും വെള്ളവും നൽകി മാലാഖ ഏലിയാ പ്രവാചകനെ ശക്തിപ്പെടുത്തി. ആ ആശ്വാസത്തിന്റെ ബലത്തിൽ ഏലിയ 40 രാവും 40 പകലും നടന്ന് ഹോറബ് മലമുകളിൽ എത്തുകയാണ്. യെസ്, അപ്പോൾ മാലാഖമാര് വരും. ഹാഗാറിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 21-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. മരുഭൂമിയിൽ വെച്ച് കുടിവെള്ളം തീർന്നുപോയി ഹാഗാറിനെ അബ്രഹാം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. ഹാഗാറിനെയും കൊച്ചിനെയും മരുഭൂമിയിൽ വെച്ച് കുടിവെള്ളം തീർന്നുപോയി. സ്വന്തം കുഞ്ഞ് മരിക്കാൻ പോകുന്നത് കണ്ട് കരഞ്ഞ ഹാഗാർ മാറിയിരുന്നു. കൊച്ചിനെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് വേറൊരു സ്ഥലത്ത് മുട്ടും കുത്തി കണ്ണും പൊത്തിയിരുന്ന് കരയുകയാണ്. എന്റെ കൊച്ചു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യായേ എന്നും പറഞ്ഞു. അപ്പോ കർത്താവ് പറഞ്ഞു, നീ കണ്ണുനീര് തുടക്ക്. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിച്ചു. ഒരു നീരുറവ കാണിച്ചു കൊടുത്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഹാഗാറിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആ ദൂതൻ അവൾക്കൊരു നീരുറവ കാണിച്ചു കൊടുത്തതുപോലെ അപരന് ഒരു നീരുറവ കാണിച്ചു കൊടുക്കാൻ, ജീവനിലേക്ക് ഒരു വഴി തെളിച്ചു കൊടുക്കാൻ,
ഒരല്പം കൂടി പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഇട്ടുകൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ഒരു മാലാഖയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ മാലാഖമാരെ പോലെ, അപരന് മാലാഖയെ പോലെ ആകാൻ കഴിയുമ്പോ നമ്മൾ ദൈവത്തെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ എത്രയോ വട്ടം പലരിലൂടെ ഇടപെട്ടത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. നമ്മൾ പറയരുത്, അവർക്കൊക്കെ മാലാഖനെ കിട്ടി, എനിക്കൊരു മാലാഖ ഇതുവരെ, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു മാലാഖയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ചില ആളുകൾ പറയുമായിരിക്കും, എന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടതൊക്കെ കൊമ്പുള്ള ആളുകളാണ്, കൊമ്പും വാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഭാഗം ഒരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് പൗലോസ് ശ്ലീഹ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായത്തിലാണ്. 27-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങളിൽ പൗലോസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പൽ ഇപ്പോൾ തകർന്നു പോകുമെന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ മരിച്ചേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കപ്പലിലുള്ള എല്ലാവരും ഞങ്ങൾ തീർന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അടക്കം വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. കപ്പൽ ഛേദത്തിൽപ്പെട്ട് എല്ലാവരും ജീവനിൽ പ്രതീക്ഷയറ്റ സമയത്ത് കപ്പല് തകർന്നു. ഇനി വല്ലതും പ്രതീക്ഷിക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ജീവനിൽ പ്രതീക്ഷയറ്റ സമയത്ത് പൗലോസിന് മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, പൗലോസെ ഭയപ്പെടണ്ട, നീ സീസറിന്റെ മുൻപിൽ നിൽക്കേണ്ടവനാണ്. ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്നോട് പറയും, നീ ഭയപ്പെടണ്ട. നിനക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു, ക്യാൻസറിന് ടെസ്റ്റ് കൊടുത്തു, റിസൾട്ട് വന്നു, മാലിഗ്നന്റ് ആണ്, പോസിറ്റീവ് ആണ്. നീ ഭയപ്പെടണ്ട, നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ടെസ്റ്റിന് കൊടുത്തു, ടെസ്റ്റ് റിപ്പോർട്ട് വന്നു, ക്രിയാറ്റിൻ അധികമാണ്, കിഡ്നി മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മയും കുഞ്ഞും കൂടെ വന്നു. കൊച്ചിന് 5-6 വയസ്സ് പ്രായമുള്ളൂ. 6 വയസ്സുള്ള കുഞ്ഞിന്റെ കിഡ്നി ഡാമേജ്ഡ് ആണ്, കിഡ്നി മാറ്റിവെക്കണം. ഈ അമ്മയാണ് കൊച്ചിന് കിഡ്നി കൊടുക്കാൻ പോകുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്, 1-ാം ക്ലാസ് 2-ാം ക്ലാസ്. ദൂതൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, നീ പേടിക്കണ്ട. കർത്താവ് പറയും, നീ ഭയപ്പെടണ്ട, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ ആ അമ്മയുടെ കിഡ്നി കൊച്ചിനെടുത്ത് മാറ്റിവെക്കാണ്. 20 ലക്ഷത്തോളം രൂപ ചെലവ് വരും. നാട്ടുകാരൊക്കെ കൂടി 14 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട്. സ്കൂളിൽ കൂട്ടുകാര്, ഇവന്റെ സ്കൂളിലെ കൂട്ടുകാര് 2 ലക്ഷം രൂപയോളം സമാഹരിച്ചിട്ടുണ്ട്. ബാക്കി പൈസ കിട്ടിയാ മതി. കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ ഹെറോദേസ് രാജാവ് ചങ്ങലയ്ക്കിട്ട് കുറെ പേരെ കാവല് നിർത്തിയിരിക്കുകയാണ്. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. അങ്ങനെ കാരാഗ്രഹത്തിൽ പിറ്റേ ദിവസമാണ് വിചാരണ കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാനില്ല. വിചാരണ വരും, വിധി വരും. വിചാരണയും വിധിയും ഒക്കെ ഒറ്റ ദിവസമാണ്. എന്താണ് വിധി? കുറച്ചു നാൾ മുമ്പ് ഒരാളെ തലവെട്ടിക്കൊന്നു. യാക്കോബിനെ തലവെട്ടിക്കൊന്നത് ജനങ്ങളെ സന്തോഷിപ്പിച്ചു എന്ന് കണ്ടപ്പോ പത്രോസിനെയും പിടിച്ചകത്തിട്ടതാണ്. വിചാരണയും വിധിയും കാത്തുകിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മരണമാണ് വിധി, അതിൽ കുറഞ്ഞൊന്നുമില്ല. അങ്ങനെ വിധിയും കാത്തുകിടക്കുമ്പോൾ ആ കാരാഗ്രഹത്തിൽ മാലാഖ വന്ന് അവനെ തട്ടി ഉണർത്തി. കൊല്ലപ്പെടുവാനായി ജയിലിൽ കാത്തുകിടക്കുമ്പോൾ ദൂതൻ വന്നവനെ
തട്ടിയുണർത്തി. ഹല്ലേലൂയ. നമ്മൾ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന്റെ നാമം വാഴ്ത്തും എന്ന് പറയുന്ന പാട്ടിൽ ആ വരികൾ, ആ ചിന്തകൾ അവിടെ കിടക്കുന്നുണ്ട്. കൊല്ലപ്പെടുവാനായി ജയിലിൽ കാത്തു കിടക്കുമ്പോൾ ദൂതൻ വന്നവനെ തട്ടിയുണർത്തി പുറത്തെത്തിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ദൂതൻ വരികയും തട്ടിയുണർത്തുകയും ചങ്ങലകൾ അഴിച്ച് പുറത്തെത്തിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നമ്മൾ ഭയത്തിന്റെയോ നിരാശയുടെയോ അങ്ങേ അറ്റത്തെത്തിക്കിടക്കുമ്പോ ദൈവത്തിന്റെ സ്വർഗീയ സാന്നിധ്യവും ആശ്വാസവും അവിടുന്ന് ദൂതന്മാരിലൂടെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൂതന്മാർക്ക് സ്വർണ്ണച്ചിറകുണ്ടാകണമെന്ന് നിർബന്ധമില്ല. പച്ച മനുഷ്യനായിരിക്കും. കയ്യും കാലും കണ്ണും കാതും ഒക്കെയുള്ള പച്ച മനുഷ്യർ നമ്മുടെ മുൻപിൽ ദൂതന്മാരെ പോലെ പ്രത്യക്ഷപ്പെടാൻ ദൈവം ഇടവരുത്തും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പറഞ്ഞു വന്നത്, ഗത്സെമിൻ തോട്ടത്തിൽ മാലാഖയുടെ സാന്നിധ്യം ഈശോയെ ആശ്വസിപ്പിച്ചു എന്നതാണ്. അപ്പോൾ ഈശോയെ ആശ്വസിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായി മാറാൻ, ദിവ്യകാരുണ്യാരാധനയിൽ ഈശോയെ ആശ്വസിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായി മാറിയ ഒരാളുടെ ഓർമ്മയാണ് 2 ദിവസം മുമ്പ് നമ്മൾ ആഘോഷിച്ചത്. ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിച്ചു നമ്മള്. എങ്ങനെയാണ് ഈ ജോൺ മരിയ വിയാനി ഈശോയെ ആശ്വസിപ്പിച്ചത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ആരാധന, അൾത്താരയിലെ കൂദാശയിൽ ഈശോ വസിക്കുകയാണ്. പലരും അവിടത്തെ ഉപേക്ഷിച്ചു പോവുകയാണ്. പലരും പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഈശോയെ തനിച്ചാക്കുകയാണ്. എങ്ങനെ ഞാൻ ഈശോയെ ആശ്വസിപ്പിക്കും? വിയാനി പുണ്യവാളൻ ഒരു വഴി കണ്ടുപിടിച്ചു. ഞാൻ ഈശോയുടെ മുമ്പിൽ കുത്തിയിരിക്കും. ഞാൻ ഈശോയുടെ മുൻപിലിരുന്ന് അൾത്താരയ്ക്ക് മുമ്പിൽ മണിക്കൂറുകളോളം സമയം ചെലവഴിച്ച് അദ്ദേഹം ഈശോയ്ക്ക് കൂട്ടായിരുന്നു. ലോകം മുഴുവൻ കാട്ടുന്ന അനാദരവിനും നന്ദികേടിനും പരിഹാരമായി അവിടത്തെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ചതിൽ വിളിക്കാം, ഈശോയേ. ഈശോയുടെ അടുത്ത് വന്നിരുന്ന് ഈശോയെ ആരാധിച്ച് ഈശോയുടെ സ്നേഹക്കൂദാശയിൽ ഈശോയ്ക്ക് കൂട്ടുകൊടുക്കാൻ. എന്തു കൊടുക്കാൻ? ഈശോയ്ക്ക് നിന്റെ സൗഹൃദം കൊടുക്കാൻ നിനക്കൊരു ഉത്തരവാദിത്തമുണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെ മണിക്കൂറുകൾ അൾത്താരയുടെ മുമ്പിൽ ഇരുന്ന് മുട്ടുകുത്തി നിന്ന് വിയാനി പുണ്യവാളൻ ഈശോയെ ആശ്വസിപ്പിച്ചു. രണ്ടാമതായി അനേകരെ അനുതാപത്തിലേക്ക് നയിച്ചുകൊണ്ട്, അനേകരെ അനുതാപത്തിലേക്ക്, രക്ഷയിലേക്ക് നയിച്ചുകൊണ്ട് ഈശോയെ ആശ്വസിപ്പിച്ചു. ഓരോ ദിവസവും 12 മണിക്കൂർ, സാധാരണ കാലം അല്ല, തണുപ്പ് കാലത്ത് 12 മണിക്കൂർ രാത്രി ഇരിക്കാൻ പറ്റില്ല. അല്ലാത്ത സമയങ്ങളിൽ 18 മണിക്കൂർ. അങ്ങനെ 12 മുതൽ 18 മണിക്കൂർ വരെ കുമ്പസാരക്കൂട്ടിലിരുന്ന് അനേകരുടെ പാപങ്ങള് 10-20 ലക്ഷം പേരെയെങ്കിലും മാനസാന്തരത്തിലേക്ക് നയിച്ചു എന്നാണ് ഒരു ഏകദേശ കണക്ക്. അങ്ങനെ മണ്ണടിഞ്ഞു പോകുന്ന ആത്മാക്കളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് വിയാനി പുണ്യവാളൻ ഈശോയെ ആശ്വസിപ്പിച്ചു. ചതിൽ വിളിക്കാം, ഈശോയേ. നീ എത്ര പേരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഈശോയെ ആശ്വസിപ്പിക്കും? വിയാനി പുണ്യവാളിന്റെ തിരുനാളാണെന്ന് പറഞ്ഞ് അറിയാവുന്ന അച്ഛന്മാർക്കൊക്കെ മെസ്സേജ് ഹാപ്പി ഫീസ്റ്റ് അയച്ചിട്ട് കാര്യമില്ല. അച്ഛന്റെ ഫോണിലേക്ക് കുറെ പേര് ഹാപ്പി ഫീസ്റ്റ് അയച്ചു. അച്ഛൻ അറിയാം ഇത് ഹാപ്പി ഫീസ്റ്റ് ആണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് അതൊന്നും തുറന്നിട്ടില്ല. അപ്പൊ അയച്ച എല്ലാവർക്കും നന്ദി. കഴിഞ്ഞു. അയക്കാത്തവർക്കും അയക്കാതിരുന്നതിന് നന്ദി. ഹല്ലേലൂയ. അത്രയും ഫോട്ടോ നമ്മുടെ ഫോണിൽ കുറഞ്ഞു കിട്ടുമല്ലോ. അല്ല, നിങ്ങൾ സ്നേഹത്തിന് നന്ദി. പക്ഷെ ഇത് മുഴുവനും തുറന്നു നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നീ എത്ര ആത്മാക്കളെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛന് സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ചില ആളുകൾ മുറിയിൽ വന്നു വരുമ്പോ പറയും, അച്ഛാ ഇത്
പുറകിൽ ഒരാൾ വരാനിരിക്കുന്നുണ്ട്. 60ാമത്തെ ആളാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞാണ്, പുറത്ത് ഇരിക്കുന്നുണ്ട്. അച്ഛൻ ചോദിച്ചു 60ാമത്തെ ആളോ? ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്ന 60ാമത്തെ ആളാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഒരു ചേച്ചി, ചേച്ചിയുടെ പേരെന്താണെന്നാ, സാവിത്രിന്നോ നാരായണിന്നോ അങ്ങനെ ഏതാണ്ട് ഒരു ചേച്ചിയാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു, അച്ഛാ പുറത്തൊരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, പള്ളിയിൽ പോകാനൊക്കെ മടിയുള്ള ഒരാളാണ്, അച്ഛൻ ശരിക്കും ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു വരാൻ പറഞ്ഞു. വന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു പേരെന്താണ്? മേരി. ഹല്ലേലൂയ. മേരി ചേച്ചിനെ ആരെ കൂട്ടിക്കൊണ്ടുവന്നത്? അച്ഛൻ ചോദിക്കട്ടെ, നീ എത്ര പേര് പള്ളി പോകുന്നവരെ പള്ളി പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ചില ജോസഫേട്ടന്മാരുണ്ട്. പള്ളി പോയിട്ടൊന്നും കാര്യമില്ല പറയുന്നവരുണ്ട്. നീ എത്ര പേരെ കൂട്ടിക്കൊണ്ടുവന്നു? ഒരാളോട് ചോദിച്ചു, ചേട്ടൻ എത്ര പേരെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്? ജനിച്ച് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-45 കൊല്ലം 50 കൊല്ലമായില്ലേ? എത്ര പേരെ? പിന്നെ ഞാൻ തന്നെ പോകുന്നത് കഷ്ടിച്ചാണെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു പോവുകയാണ്. കർത്താവിന് കിട്ടാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈശോയ്ക്ക് ആശ്വാസം കൊടുക്കണം, ആത്മാക്കളെ നേടണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ മോളിൽ പോകുമ്പോ നിനക്ക് കർത്താവിൽ നിന്ന് എന്തൊക്കെ കിട്ടി എന്നതല്ല ചോദ്യം, നീ കർത്താവിന് എന്തൊക്കെ കൊടുത്തു എന്നതാണ് ചോദ്യം. കൊടുത്തതിന്റെ കണക്ക് ചോദിക്കുമ്പോ 1 മണിക്കൂർ പോലും എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ആത്മപരിത്യാഗം ചെയ്ത് അധ്വാനിച്ചതിന്റെ കണക്കില്ല. നമുക്ക് ജർമ്മനിയിൽ പോകണം, നമുക്ക് UK പോകണം, ജോലി കിട്ടണം, വിസ തടസ്സം മാറണം, PR കിട്ടണം, ഒക്കെ ചെയ്യണം, എല്ലാം വേണം, എല്ലാം വേണം കിട്ടണ്ടേ, വീട് കിട്ടണം, പരീക്ഷ പാസ്സാവണം, കിട്ടണ്ടേ, വസ്തു വിൽക്കണം, കടം വീട്ടണം, എല്ലാം നടക്കട്ടെ, എല്ലാം നടക്കണം, കല്യാണം നടക്കണം. കല്യാണം നടക്കാൻ നിയോഗം വെച്ച് വരുന്നവരുണ്ട്. അച്ഛാ ഈ വിവാഹമോചനം വേഗം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുന്നവരുണ്ട്. ഓക്കെ, എല്ലാം നടക്കണം, കർത്താവിന് ഇഷ്ടമുള്ളതെല്ലാം നടക്കണം. ഓക്കെ, നമുക്ക് കിട്ടണം. നീ എന്ത് കർത്താവിന് കൊടുക്കും? ഇതുവരെ നീ എന്തു കൊടുത്തു? പ്രിയപ്പെട്ടവരെ, ആർസിലെ പുണ്യവാളൻ ആത്മാക്കളെ നേടിക്കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കിട്ടിയതിന്റെ കണക്ക് ഇനി സൂക്ഷിക്കണ്ട. കിട്ടിയത് മറന്നോ? നമ്മൾ കർത്താവിന് വേണ്ടി കൊടുത്തതിന്റെ കണക്ക് സൂക്ഷിക്കുക. ഉപവാസവും തപസ്സും, പെനൻസ് ആൻഡ് ഫാസ്റ്റിംഗ്. വിയാനി പുണ്യവാളൻ തന്റെ ഇടവകക്കാരുടെ മനം മാറ്റത്തിനും പാപപരിഹാരത്തിനുമായി കഠിന ഉപവാസങ്ങളും തപസ്സുകളും അനുഷ്ഠിച്ചു. അവരന്റെ മാനസാന്തരത്തിന് വേണ്ടി നീ എന്ത് ഉപവാസമെടുക്കും? നീ എന്ത് തപസ്സനുഷ്ഠിക്കും? ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഡിസിപ്ലിൻ ചെയ്തു. ക്രിസ്തുവിന്റെ കുരിശിലെ പീഡാനുഭവങ്ങളിൽ വിയാനി പുണ്യവാളൻ പങ്കുകാരനായി. പ്രിയപ്പെട്ടവരെ, അവസാനമായി എളിയവരോടും പാവങ്ങളോടും കരുണ കാണിച്ചു. കഷ്ടപ്പെടുന്നവരിലും പാവപ്പെട്ടവരിലും ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച അദ്ദേഹം തന്റെ പക്കലുള്ളതെല്ലാം അവർക്ക് വേണ്ടി വീതിച്ച് നൽകിക്കൊണ്ട്, പാവങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈശോയെ ആശ്വസിപ്പിച്ചു. ചെതിൽ വിളിക്കാം, ഈശോയെ. ഞാൻ ഈ പുണ്യവാളന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: ദിവ്യകാരുണ്യത്തിൽ നമ്മെ കാത്തിരിക്കുന്ന ഈശോയുടെ അടുക്കൽ അല്പസമയം ചെലവഴിക്കുന്നതും അവിടുത്തെ സന്ദർശിക്കുന്നതും അവിടുന്ന് അനുഭവിക്കുന്ന നന്ദികേടുകൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കുന്നതും അവിടത്തേക്ക് എത്രയോ പ്രിയങ്കരമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, ദിവ്യകാരുണ്യത്തിൽ നമ്മെ കാത്തിരിക്കുന്ന ഈശോയുടെ അടുക്കൽ
അല്പസമയം ചെലവഴിക്കുന്നതും അവിടത്തെ സന്ദർശിക്കുന്നതും അവിടുന്ന് അനുഭവിക്കുന്ന നന്ദികേടുകൾക്ക് അവിടത്തെ ആശ്വസിപ്പിക്കുന്നതും അവിടത്തേക്ക് എത്രയോ പ്രിയങ്കരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു കുടുംബമല്ല, ഒരു കുടുംബനാഥൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ വണ്ടിയിലുണ്ട്. ക്രിസ്ത്യാനികളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ കാറിൽ വണ്ടിയിൽ ഇവിടെ ഉണ്ട്. പുറത്ത് റബ്ബർ തോട്ടത്തിൽ AC ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കുടുംബനാഥൻ കുരിശടിയിലൂടെ കയറി അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കണ്ടു, സംസാരിച്ചു. അച്ഛൻ ചോദിച്ചു, ചേട്ടൻ പറഞ്ഞു ഭാര്യയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ ചോദിച്ചു എവിടെ? പുറത്ത് കാറിൽ AC ഇട്ടിരിക്കുകയാണ്. അതിൽ നിന്നൊന്നിറങ്ങി പള്ളിയിലൊന്ന് കയറി. അല്ല, അവർക്ക് അച്ഛനെ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അച്ഛനെ കാണേണ്ട കാര്യമല്ല. ഈശോയുടെ അടുക്കൽ ഒന്ന് വന്ന് ഈശോയെ ഒന്ന് ആരാധിച്ച് ഒരു 5 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അക്രൈസ്തവർ വന്നാൽ പോലും പള്ളി കയറി ആരാധിക്കാതെ മടങ്ങിപ്പോവാറില്ല. അച്ഛന് ഭയങ്കര വിഷമമായി. അവിടെ കാത്തിരിക്കാം. ഭർത്താവ് പോയിട്ടുണ്ട് അച്ഛനെ കാണാൻ. ദിവ്യകാരുണ്യത്തിൽ സമയം നമ്മെ കാത്തിരിക്കുന്ന ഈശോയുടെ അടുക്കൽ അല്പസമയം ചെലവഴിക്കുന്നതും അവിടത്തെ സന്ദർശിക്കുന്നതും അവിടുന്ന് അനുഭവിക്കുന്ന നന്ദികേടുകൾക്ക് അവിടത്തെ ആശ്വസിപ്പിക്കുന്നതും അവിടത്തേക്ക് എത്രയോ പ്രിയങ്കരമാണ്. എന്നിട്ട് ഈ ഭർത്താവ് അച്ഛനോട് പറയാണ്, അച്ഛൻ, ഞങ്ങളുടെ വീട്ടിലൊരു സമാധാനമില്ല, ഒരു മെച്ചപ്പാടില്ല, ഒരു സ്വസ്ഥതയില്ല. അങ്ങനെ ഉണ്ടാവും. താൻ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവർക്ക് AC ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കൽ. എടി ഇറങ്ങ്, മക്കളെ ഇറങ്ങ്, പള്ളിയിൽ പോയി കുറച്ചേരുന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ പപ്പ പോയിട്ട് അച്ഛനെ കണ്ടിട്ട് വരട്ടെ പറഞ്ഞൂടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് പരിഭവങ്ങൾ, പരാതികളൊക്കെ ഉണ്ട്. ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല. ആരാധിക്കാൻ പഠിപ്പിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ, ദിവ്യബലി അർപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ആശുപത്രി കയറി ഇറങ്ങി നടക്കുകയാണ്. ഈശോയെ ആശ്വസിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അച്ഛൻ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചനത്തിൽ നിന്നും, 4 കാര്യങ്ങൾ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായ ചോദ്യം ഞാൻ എന്തൊക്കെ ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈശോയെ ആശ്വസിപ്പിക്കാൻ ഇന്ന് ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ഈ ആരാധന നടത്തുമ്പോ അതിൽ ആനന്ദം കൊള്ളുന്ന കർത്താവുണ്ട്. നമ്മൾ ഈശോയുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ സൗഹൃദം പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ഈശോയുടെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈശോയ്ക്ക് ആശ്വാസകരമാണ്. അതിനെ കുറിച്ച് അടുത്ത ആഴ്ച പറയാം. അത് ഈശോയെ ആരാധിക്കുന്നത് ഈശോയ്ക്ക് ആശ്വാസകരമാണ്. അത് ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മെ വഴി നടത്തുന്നത്, നമുക്ക് മാതൃകയാകുന്നത് ഈശോയെ ആശ്വസിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നതിലാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയെ. ആ കാര്യം ചെയ്യുന്നതിന് കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരുനാൾ നടത്തുന്നത്. നമുക്കറിയാം, അച്ഛൻ പറഞ്ഞു 10 ആഴ്ച കഴിഞ്ഞാൽ ഇനി അമ്മ ത്രേസ്യയുടെ തിരുനാളായി. ഒക്ടോബർ 8-ാം തീയതി തിരുസ്വരൂപ പ്രതിഷ്ഠയും, 14-ാം തീയതി രോഗസൗഖ്യാരാധനയും, 14-ാം തീയതി ഉരുൾ നേർച്ചയും, 15-ാം തീയതി 35,000 പേരെങ്കിലും പങ്കെടുക്കുമെന്നാണ് അച്ഛൻ പ്രതീക്ഷിക്കുന്നത്. കൂട്ടുനേർച്ചയുമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
വലിയ അഭിഷേകത്തിന്റെ ദിവസങ്ങളാണ്. നമുക്ക് തിരുനാൾ ദിവസം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉണർവിന്റെ ദിവസങ്ങളാണ്. ഒരു സ്പിരിച്വൽ എവെയ്ക്കനിങ് സീസണാണ്. ആത്മാവിനെ ഉണർത്തുന്ന ഒരു കാലഘട്ടമാണ് തിരുനാൾ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.